ജോർജ് ജോസഫ്, ഇവിടെ അഖിൽ പറയുന്നത് പോലെ അതിൽ ഏതൊക്കെ പേരുകൾ എന്നത് പൂർണ്ണമായും ഞങ്ങൾക്കും അറിയില്ല. അക്കാര്യം കൂടി പ്രേക്ഷകരോട് സൂചിപ്പിക്കട്ടെ. പക്ഷേ വത്സൻ തില്ലങ്കേരിയും KP ശശികലയും ഉൾപ്പെടെയുള്ള പേരുകൾ ഉണ്ടാകുന്നു എന്നത് അങ്ങേയറ്റം ഗൗരവതരം കൂടിയാണ് എന്നതാണ്. മാത്രമല്ല, ഈ വിഷയം ഇപ്പോൾ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിക്ക് മുന്നാകെ NIA ഇക്കാര്യങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത് എന്നതാണ്. അവിടെ ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ കേരളം ഒരു സുരക്ഷിത താവളമായി മാറിയിരുന്നു തീവ്രവാദികൾക്ക്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രമേൽ ഹിറ്റ് ലിസ്റ്റൊക്കെ തയ്യാറാക്കാൻ അവർക്ക് സാധിച്ചത് എന്ന് വേണമോ അനുമാനിക്കാൻ. മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഘടനകൾ പല പേരുകളിൽ, പല രൂപത്തിൽ, പല ഭാവത്തിലൊക്കെ തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ സൂചിപ്പിച്ച ആൾക്കൂട്ട വിചാരണ, അവിടെ നമുക്കറിയാം ഒരു കൃത്യമായ മതലക്ഷ്യത്തോടുകൂടി ഒരു സ്ത്രീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ല. അതിൻ്റെ പേരിലാണ് ആ വിചാരണയ്ക്ക് ആ സ്ത്രീ വിധേയമാക്കപ്പെട്ടതും ആ സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടിയും വന്നത്. അങ്ങേയറ്റം വിചിത്രമായിരുന്നല്ലോ സുഡിയോ പോലെയുള്ള ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്ക് നേരെയൊക്കെ കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ. അപ്പോൾ മത തീവ്ര ചിന്താഗതികൾ ഇപ്പോഴും മറ്റു ഭാവങ്ങളിൽ, രൂപത്തിലൊക്കെ കേരളത്തിൽ തുടരുന്നു എന്ന് വേണമോ നമുക്ക് അനുമാനിക്കാൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ശ്രീനിവാസന്റെ വധം നമുക്കറിയാം. അത് ശ്രീനിവാസൻ വളരെ സീനിയറായ ഒരു BJP പ്രവർത്തകനാണ്, RSS ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹത്തിനെ എന്തിനാണ് ഈ തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത്? അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ശ്രീനിവാസന്റെ കേസിലെ പ്രതികളുടെ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് NIA കോടതിയിൽ ബോധ്യപ്പെടുത്തി. അതിന്റെ കാരണം 977 പേരെ ഇവിടെ വകവരുത്താൻ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. ആ സത്യം കോടതി മുമ്പാകെ ആദ്യമായിട്ട് വെളിപ്പെടുത്തി. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതൊരു സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ ചില കാര്യങ്ങൾ NIAയും EDയും അത് കോടതിയിലോട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കാരണം ഇപ്പം 977 പേരുടെ ആ ലിസ്റ്റ്, അതിൻ്റെ അകത്ത് ഒരാള് അബ്ദുൽ വഹാബ് എന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പം അയാളുടെ പേഴ്സിനകത്ത് 5 പേരുടെ ഒരു ലിസ്റ്റ് കണ്ടു. അയാളുടെ പേഴ്സിനകത്താണ് അത് ഹിറ്റ് ലിസ്റ്റാണ്. കൊലപ്പെടുത്തേണ്ട ആൾക്കാരുടെ പേരാണ് 5 പേരുടെ. അപ്പൊ ആ NIAയുടെ ആ അന്വേഷണത്തില് ഇതുപോലുള്ള കുറെ ഇമ്പോർട്ടന്റ് ആയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 977 കാരണം സിറാജുദ്ദീൻ എന്ന പ്രതിയുടെ കയ്യിൽ നിന്ന് 240 പേരെ വകവരുത്തേണ്ട ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അബ്ദുൽ വഹാബിന്റെ പേരിൽ 5 പേരുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആയൂബ് എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ കയ്യിൽ ഹിറ്റ് ലിസ്റ്റ് 500 പേരുടെയാണ് ഇരിക്കുന്നത്. മുഹമ്മദ് സാദിഖിന്റെ കയ്യിൽ നിന്ന് 232 പേരുടെ ആ ഹിറ്റ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 977. ശ്രീനിവാസൻ ആ ലിസ്റ്റിലുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. കാരണം ശ്രീനിവാസൻ വളരെ സീനിയറായ ഒരു BJP പ്രവർത്തകനും RSS പ്രവർത്തകനുമാണ്. അത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് കേരളത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ഒരു സംഘടനയാണ്. പക്ഷേ അതിന്റെ ഉത്ഭവം എവിടെയാണ്? കേരളം തന്നെയാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് സ്ഥാപിച്ചത് എരപ്പുങ്കൽ അബൂബക്കർ ഹാജി എന്ന് പറഞ്ഞ ആളാണ്. അത് മലയാളിയാണ്. അയാളാണ് ഇത് സ്ഥാപിച്ചത്. അപ്പൊ അതിനകത്ത് പിന്നീട് അതിന്റെ ചെയർമാനായിട്ട് വന്നത് OMA സലീം, MM സലാമാണ്. പിന്നെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്, അനീസ് അഹമ്മദ്. കൂടാതെ വൈസ് ചെയർമാൻമാര് 3 പേരുണ്ട്. അതെല്ലാം മലയാളികളാണ് ഭൂരിപക്ഷം. അബ്ദുൾ റഹ്മാൻ, മറ്റൊരാൾ തസ്നുദ്ദീൻ ഇളമരം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ദക്ഷിണേന്ത്യയിലെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ മുഴുവൻ പ്രവർത്തകരും 90% മലയാളികളാണ്. അത് എന്താണ് അവരുടെ ആഗ്രഹം പോപ്പുലർ ഫ്രണ്ടിന്? അത് നമ്മൾ മനസ്സിലാക്കി. 2047 ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് ഇന്ത്യ വാഴിക്കണമെന്നാണ് അവരുടെ. അതാണ് വിചാരിച്ചോണം നമ്മള്. അതൊന്നും ഈ രാജ്യത്ത് നടക്കില്ല എന്ന് ഇവർക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാർ വളരെ തീവ്രവാദികളായിട്ട് വഴിതിരിഞ്ഞു പോയവരാണ്. അവരെയൊക്കെ ഞാൻ പലപ്പോഴും പറയുന്നത്, എനിക്ക് വന്ന് പല ചാനലിലും പറയുന്നുണ്ട്, അവരെയൊക്കെ തിരിച്ചു കൊണ്ടു. ഇത് മനുഷ്യനെ വകവരുത്തുന്ന ഒരു സംഘടനയായിട്ട് മാറരുത് നിങ്ങൾ. അങ്ങനെയല്ല അതിന്റെ പ്രവർത്തനം നടത്തേണ്ടത്. അതുകൊണ്ട് ഈ ടെററിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ സംഘടനയെ ബാൻ ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ്. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആലുവായിലുള്ള പെരിയാർ വാലി ക്യാമ്പസ്
അത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശോധന കേന്ദ്രമാണ്. അത് തീവ്രവാദ സ്വത്തായി NIA പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പിടിച്ചെടുത്തു NIA. കാരണം അത് തീവ്രവാദം പരത്താനായിട്ടും അവിടെയുള്ള ആൾക്കാരെ കൊല്ലാനുള്ള അങ്ങനെയുള്ള ഒരു പരിശീലന കേന്ദ്രമായിട്ടാണ് ആലുവയിലെ പെരിയാർ വാലി അവർ പണം മുടക്കി അത് സൃഷ്ടിച്ചെടുത്തത്. വിദേശത്തുനിന്ന് പല രീതിയിലും ഫണ്ട് ഇവിടെ വരുന്നുണ്ട്. അത് തീവ്രവാദ സ്വഭാവമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നും ഫണ്ട് ഇന്ത്യയിലേക്ക് വന്നതിനായിട്ട് തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ റാഡിക്കൽ പാർട്ടി തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട്. അതിനോട് തീർച്ചയായിട്ടും എല്ലാവരും വിയോജിക്കുന്നു. കാരണം ഇപ്പം തന്നെ ആ ലിസ്റ്റിനകത്ത് കണ്ടില്ലേ, അതിന് ഹിന്ദു സ്വഭാവമുള്ള അല്ലെങ്കിൽ ഹിന്ദു പേരുള്ള അല്ലെങ്കിൽ ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ BJPയിലും RSSലും വിശ്വസിക്കുന്ന ആരുടെ പേരുകളാണ് ഭൂരിപക്ഷം അതിൻ്റെ അകത്ത്. അങ്ങനെ ഒരു വർഗീയമായി കാണുകയാണത്. അതിനകത്ത് വന്നിരിക്കുന്നത് വത്സൻ തില്ലങ്കേരിയും അതുപോലെ തന്നെ ശശികല ടീച്ചറും പിന്നെ ഒരു കേസിനകത്ത് റിട്ടയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ജഡ്ജ്, ആലുവയിലുള്ള ജഡ്ജിന്റെ പേരൂടെ ഉണ്ട്. കാരണം അദ്ദേഹം ഒരു കേസിന്റെ വിധി പറഞ്ഞതായിരിക്കാം അദ്ദേഹത്തിനെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണം. അത് തന്നെയല്ല, ഇപ്പോഴത്തെ NIA കോടതിയിലെ ജഡ്ജ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് KP മോഹൻദാസ്. അദ്ദേഹം ഈ പുതിയ വെളിപ്പെടുത്തൽ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം ഹിറ്റ് ലിസ്റ്റുകൾ ഓരോ പ്രതിയിൽ നിന്ന് കണ്ടെടുത്ത് കോടതി കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവർ അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് കോടതി പറയുന്നതിന്റെ അടിസ്ഥാനം അത് വലിയ വാല്യൂ ഉള്ള എവിഡൻസ് ആണ്. അത് ഒരാളുടെ പ്രതിയുടെ പോക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ പ്രതിയുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ പ്രതിയുടെ പേഴ്സിൽ നിന്ന് എടുത്തതാണ്. അത് വളരെ വൈറ്റൽ എവിഡൻസ് ആണ്. അതുകൊണ്ട് കോടതി പറഞ്ഞു പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് വിശ്വസിക്കാൻ തക്ക കാരണമുണ്ട് ഇപ്പോൾ ഹാജരാക്കിയ എവിഡൻസ്. അതുകൊണ്ട് ജാമ്യം കൊടുക്കാനുള്ള സാധ്യത ആണ് കോടതി തള്ളിക്കളയാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതുപോലെയുള്ള എവിഡൻസസ് NIAയുടെ കൈവശമുണ്ട്, EDയുടെ കൈവശമുണ്ട്. അവരതെല്ലാം കോടതിയിൽ ഹാജരാക്കും. അത് വളരെ വൈറ്റൽ എവിഡൻസ് ആണെന്ന് കോടതിക്ക് ബോധ്യം. അത് ചുമ്മാ ഉണ്ടാക്കാൻ ഒക്കില്ലത്. അതിനകത്ത് എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെ ഇനിയുണ്ട്. അതിനകത്ത് പല കാര്യങ്ങളിലുണ്ട്. ഹിറ്റ് ലിസ്റ്റിനകത്ത് അതിനകത്ത് 36 ചോദ്യോത്തരം കിടപ്പുണ്ട്. എങ്ങനെയാണ് ഒരാളെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതികൾ അതിനകത്ത് വരുന്നുണ്ട്. 36 ചോദ്യോത്തരമായിട്ടാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ അതെല്ലാം കോടതിയിൽ അത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ സൂചിപ്പിച്ച ശ്രീനിവാസൻ വധക്കേസിൽ കൊല നിർവഹിക്കുന്ന ഒരു രീതി, അതിനെടുത്ത സമയം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീനിവാസൻ എൻ്റെ ഒരു ഓർമ്മ, അദ്ദേഹം അവിടെ വളരെ സീനിയറായ ഒരാളാണ്. അദ്ദേഹം ഇപ്പം വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ഒരാളെ അവർ തെരഞ്ഞെടുത്ത് കൊന്നു എന്നുള്ളതാണ്. അതിനോട് നമുക്ക് അവിടെയാണ് ഞാൻ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ചിന്ത നല്ലതല്ല. നമ്മുടെ രാജ്യത്തിന്റെ ശ്രേയസിനും ഇന്റഗ്രിറ്റിക്കും അഖണ്ഡതയ്ക്കും ഒന്നും നല്ല കാര്യങ്ങളല്ല ചെയ്യുന്നത്. തീർച്ചയായും അതുകൊണ്ടാണ് ആ സംഘടനയെ, നിങ്ങളുടെ മുസ്ലിം സംഘടനയെ എന്ത് വളരെ ഇവിടെ പ്രവർത്തിച്ചോളൂ, കുഴപ്പമില്ല. അതിന്റെ എലിമെന്റുകൾ ഇപ്പോഴും കേരളത്തിൽ അവിടെ ഇവിടെ ഉണ്ട്.